കെ രാധാകൃഷ്ണൻ 978 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നോക്കൂ, ഈ മണിക്കൂറിൽ പ്രേക്ഷകർ കാണുന്നത് നിജം. ആവർത്തിക്കുന്നു, 252 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. NDA 238 സീറ്റുകളിൽ. എറണാകുളത്ത് UDF 16,837. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 230 വോട്ടുകളുടെ ലീഡ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 230 വോട്ട്. സുരേഷ് ഗോപി ലീഡ് ഉയർത്തിയിരിക്കുന്നു 5436 വോട്ടുകൾക്ക്. സുരേഷ് ഗോപിയുടെ ലീഡ് 5436 വോട്ടുകളാണ്. സുരേഷ് ഗോപി തൃശൂരിൽ സുരേഷ് ഗോപി. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ ശോഭ കെടുത്തി KC വേണുഗോപാൽ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിൽ അപ്രതീക്ഷിതമായി വന്ന പാലക്കാട് ആദ്യമായി UDF മുന്നിൽ. മാവേലിക്കരയിൽ അരുൺകുമാർ ലീഡ് ചെയ്യുന്നു 707 വോട്ടിന്. പാലക്കാട് UDF 521 വോട്ടുകൾക്ക് മുന്നിൽ. മാവേലിക്കരയിലെ LDFന്റെ ലീഡ് 707. ഫ്രാൻസിസ് ജോർജിന്റെ ലീഡ് 2100. മലപ്പുറത്ത് ET ലീഡ് ഉയർത്തുകയാണ് 17,149 വോട്ടുകൾ. എറണാകുളം ഹൈബീഡൻ പിടിക്കുന്നു 16,800. ആലത്തൂരിൽ രാധാകൃഷ്ണൻ തന്നെ ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് 12,347 വോട്ടുകൾക്ക് NK പ്രേമചന്ദ്രൻ മുന്നിൽ. കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ 12,347 വോട്ടുകൾക്ക് മുന്നിലെത്തി നിൽക്കുന്നു. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നിലാകുന്നു 2,218 വോട്ടുകൾക്ക് മുന്നിലാകുന്നു. VK ശ്രീകണ്ഠൻ പാലക്കാട് മുന്നിലാകുന്നു. അങ്ങനെ UDF 13 ഇടങ്ങളിലും 6 ഇടങ്ങളിൽ LDFുമാണ്. NDA തൃശ്ശൂരിൽ മാത്രമായി മുന്നിൽ നിൽക്കുന്നു. നോക്കൂ, വീണ്ടും കൊല്ലത്ത് UDF 12,000 കടക്കുന്നു. എറണാകുളത്ത് 16,000. മാവേലിക്കരയിൽ LDF അരുൺകുമാർ 14,000. ക്ഷമിക്കണം, മാവേലിക്കരയിലെ ലീഡും നിലവിൽ മുന്നിൽ നിൽക്കുന്നു. എറണാകുളത്ത് ലീഡ് നില ഉയർത്തുന്നു. ഇടുക്കിയിൽ ഡീന്റെ ലീഡ് 17,912 ആവുന്നു. KC 2,794 ലീഡ് ഉയർത്തി. രണ്ടാം സ്ഥാനത്തായി. അതായത് ശോഭാ സുരേന്ദ്രനായിരുന്നു നേരത്തെ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും ഉള്ളതെങ്കിൽ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. KC വേണുഗോപാൽ ആലപ്പുഴയില് 2,794 വോട്ടുകൾ. മുന്നിൽ തമിഴ്നാട്ടിലെ 2 മരപ്പള്ളി ആവില്ല ചിഹ്നം. റായ്ബറേലിയിൽ 2,126 വോട്ടിനിടെ ഈ തിളക്കമാർന്ന ഇന്ത്യ മുന്നണിയുടെ വിജയത്തിനിടയിലും 2 വിജയങ്ങൾ കൂടി പറയണം. അതൊന്ന് കൈസർഗഞ്ചിലാണ്. അവിടെ ബ്രിജ്ഭൂഷന്റെ മകൻ ലീഡ് ചെയ്യുന്നു. മറ്റൊന്ന് പ്രജ്വൽ രേവണ്ണ ലീഡ് ചെയ്യുന്ന ഹസനുമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി സസ്പെൻസ് ത്രില്ലറായി. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ ദിണ്ടിഗലിലും മധുരയിലും CPM ലീഡ് ചെയ്യുന്നു. റായ്ബറേലിയില് രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നു. ശോഭയും KCയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 5,000-ന് മുകളിലായിരിക്കുന്നു. അതായത് ആദ്യം KC, രണ്ടാമത് ആരിഫ്, മൂന്നാമത് ശോഭ. മാവേലിക്കരയിലെ UDF ലീഡ് എത്തിയിരിക്കുന്നു 191 വോട്ടുകൾക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, മാവേലിക്കരയിലെ UDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 191 വോട്ടുകൾ. ശോഭയും KCയും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം. 5,000 വോട്ടുകൾക്ക് പിന്നിലാണ് ശോഭാ സുരേന്ദ്രൻ. മൂന്നാമതാണ് കോഴിക്കോട് MK രാഘവന് 7,778 വോട്ടുകളുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. അജയ്യനാകുന്നു കോഴിക്കോട്. തുടർച്ചയായി MK രാഘവനാണ് മുന്നിൽ. UPയിൽ സമാജ്വാദി പാർട്ടി 33 ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 7. സുരേഷ് ഗോപിയുടെ ലീഡ് 7,634. തൃശൂരിൽ സുരേഷ് ഗോപി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ്. തൃശൂരിൽ 7,634 വോട്ടുകൾക്ക് സുരേഷ് ഗോപി തൃശൂരിൽ മുന്നിലെത്തി നിൽക്കുകയാണ്. BJP അക്കൗണ്ട് തുറക്കുമോ? രാജീവ് ചന്ദ്രശേഖർ 8 വോട്ടുകൾക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഗുജറാത്തിൽ 4 സീറ്റിൽ കോൺഗ്രസ്. UPയിൽ 33 ഇടങ്ങളിൽ സമാജ്വാദി പാർട്ടി. അയോധ്യ ഫൈസാബാദിൽ സമാജ്വാദി പാർട്ടി. അത്ഭുതകരമായ ഇടുക്കിയില് പ്രതിയോഗിയില്ലാതിരിക്കുന്നു. ഡീൻ കുര്യാക്കോസിനെ 19,313 വോട്ടുകൾക്ക്. ഇടുക്കിയിൽ ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു ഡീൻ കുര്യാക്കോസ്. പഞ്ചാബിൽ 7 സീറ്റിൽ കോൺഗ്രസ്, 3 സീറ്റിൽ ആം ആദ്മി പാർട്ടി. 3 സീറ്റിൽ മാത്രമായി NDA ഒതുങ്ങുന്നു. നിലവിൽ പഞ്ചാബിൽ 10 ഇടങ്ങളിലും ഇന്ത്യ മുന്നണി. മാവേലിക്കരയിൽ കൊടികുത്തുമോ? കൊടിക്കുന്നിൽ മുന്നിലെത്തി നിൽക്കും. വടകരയിൽ ഷാഫിയുടെ ലീഡ്. കണ്ണൂരിൽ K സുധാകരൻ ലീഡ് ചെയ്യുന്നു 4,140 വോട്ട്. വടകരയിൽ ശൈലജ ടീച്ചർ പിന്നിലാവുകയും തിരിച്ചുപിടിച്ചു തരൂർ. 2,873 വോട്ടിന്റെ ലീഡാണ്. 2,873 വോട്ടുകൾക്ക് ശശി തരൂർ തിരികെ പിടിച്ചിരിക്കുന്നു. വടകരയിൽ വാശിയേറുന്ന മത്സരം നടക്കുന്നു. ഷാഫി പറമ്പിൽ 3,948 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ശൈലജ ടീച്ചറും ഷാഫിയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടം. ഷാഫി കെഞ്ചു കിട്ടുന്നു. 4,000-ലേക്ക് അടുക്കുന്നു. വടകരയിലെ ഷാഫി പറമ്പിൽ 6,364 വോട്ടുകൾക്ക്
പാലക്കാട് VK ശ്രീകണ്ഠൻ ലീഡ് പിടിച്ചിരിക്കുന്നു 1009 വോട്ടുകൾക്ക്. വടകരയിൽ ശൈലജ ടീച്ചർ പിന്നിലേക്ക് പോകുന്നു 6364. വടകരയിൽ ഷാഫി കുതിക്കുന്നു. വടകരയിൽ ഷാഫിയുടെ കുതിപ്പ് പാലക്കാടൻ ട്രാക്കിലൂടെ കുതിക്കുന്ന അതേ വേഗതയിൽ വടകരയുടെ ട്രാക്കിൽ കുതിക്കുന്നു. 6364 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ വടകരയിലെ ഷാഫിയോ ശൈലജയോ? ഷാഫിയാണ് 6364 വോട്ടുകൾക്ക് ഷാഫി. പന്നിൻ രവീന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ മൂന്നാമതായി മാറുന്ന കാഴ്ച കാണുന്നു തിരുവനന്തപുരത്ത്. അതേസമയം സുരേഷ് ഗോപി കൊടുക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ മൂന്നാമതും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മൂന്നാമതുമായി. പൊന്നാനിയിൽ സമദാനി 7069 വോട്ടുകൾക്ക് 7609 വോട്ടുകൾ. യുപിയിൽ സമാജ്വാദി പാർട്ടി 37 BJP 27 ഇടങ്ങളിൽ. അതെ, ആലപ്പുഴയിൽ KCയുടെ ലീഡ് ഉയർന്നു 4722. ഇടുക്കിയിൽ ഡീൻ 20,000 കടന്നിരിക്കുന്നു 20,560. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയണം, യുപിയിൽ ഇതാ ഇന്ത്യ മുന്നണിയുടെ ലീഡ് 43 ഇടങ്ങളിൽ. 80 ഇടങ്ങളിൽ 43 ഇടങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ലീഡ്. മിന്നും തിളക്കമാർന്ന വിജയം. അയോധ്യയിൽ ഹേ റാം എന്ന് വിളിച്ച ബാപ്പുവിന്റെ നാട്ടുകാർ ഇതാ വാരണസിയിലെ ഒരു വിവരമുണ്ട്. അജയ് റായുടെ ഭൂരിപക്ഷം ലേശം കുറഞ്ഞിട്ടുണ്ട്. 4998 കുറഞ്ഞു. അവിടെ അജയ് റായുടെ നരേന്ദ്രമോദി 4998 വോട്ടിന് പിന്നിലാണെന്ന് ഓർക്കണം. ആലോചിച്ച് നോക്കിയാട്ടെ, വാരണസിയിലാണ് കേൾക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേൾക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? 2014 കേട്ടിട്ടുണ്ടോ? 19 കേട്ടിട്ടുണ്ടോ? 24 കേൾക്കുമെന്ന് വിചാരിച്ചാണോ? വാരണസിയിലെ ഇപ്പോൾ അജയ് റായുടെ ഭൂരിപക്ഷം ലോക്കൽ പയ്യൻ PCC പ്രസിഡന്റ് 4998 വോട്ടുകൾക്ക് മുന്നിലാണ്. രണ്ടാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തിരിച്ചു വന്നിരിക്കുന്നു. ചാലക്കുടിയിൽ UDF 414 വോട്ടുകൾക്ക് മുന്നിൽ. 2014-ലും 2019-ലും കാണാത്ത ഒരു വലിയ തരംഗമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തുടനീളം ഉത്തർപ്രദേശിൽ കടപുഴകുകയാണ് BJP. അതുമാത്രമല്ല, ഗുജറാത്തിൽ കടപുഴകുകയാണ് BJP. രാജ്യത്തുടനീളം ഒരു രാഹുൽ ഗാന്ധി ട്രെൻഡ് ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ലീഡ് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇനി റിസൾട്ട് എന്തുമാകട്ടെ, ചരിത്രത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി BJP ആദ്യത്തെ 1 മണിക്കൂർ കഴിയുമ്പോൾ പിന്നിലേക്ക് പോകുന്നു. ശശി തരൂർ തിരുവനന്തപുരത്ത് മുന്നിൽ 3213 വോട്ടുകൾക്ക്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി 242 വോട്ടുകൾക്ക് മുന്നിൽ. 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങള് തിരുവനന്തപുരത്ത് ശശി തരൂർ, ആലത്തൂരിൽ LDF 2089 വോട്ടുകൾക്ക് മുന്നിൽ. മോദി 5000 വോട്ടുകൾക്ക് പിന്നിൽ. എണ്ണം പറഞ്ഞ സുരേഷ് ഗോപിയുടെ ലീഡ് 7400.